ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ഒരു ഹെൽത്തി കാർട്ട്, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. നമ്മളിപ്പോൾ പോകുന്നത് ആസ്റ്റയിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ഒരു ഈവനിങ് ഷോപ്പിംഗ്, അതായത് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനൊക്കെ ഉള്ളൂ. നല്ലൊരു കാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പോകാം. എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് കാണണ്ടേ? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം അവക്കാഡോ ആണ്. ഹെൽത്തി ഫാറ്റ്, നല്ല ഫില്ലിങ്, സോ ഫോർ ലോങ് ടൈം വി വോണ്ട് ഫീൽ ഹംഗ്രി. അങ്ങനെ ഒരു ഓവർ ഈറ്റിംഗ് ഒക്കെ കുറച്ച് ഡയറ്റിങ്ങിന് വെരി ബെസ്റ്റ് ഫുഡാണ്. ഒരു നാച്ചുറൽ ഫാറ്റാണ്. അവക്കാഡോ ഇസ് വെരി ഗുഡ്. ശ്രദ്ധിച്ചെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. സോ നമ്മളെപ്പോഴും ഒത്തിരി പഴുക്കാത്ത നോക്കി എടുക്കുക. ഇപ്പോൾ 2-3 ഡേയ്സ് ഓക്കെയാണ്. അവക്കാഡോ ടോസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഞാൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബ്രൗൺ ബ്രെഡും അവക്കാഡോ നെക്ക് ഒരു ടോസ്റ്റ് നല്ല. ഇനി നമ്മൾ സ്പിനാച്ച് എടുക്കുക, ഒരു പാക്കറ്റ്. ഇപ്പോൾ സ്പിനാച്ച് ഇസ് എ വെരി ഹെൽത്തി ലീഫി വെജിറ്റബിൾ. ബെൽ പെപ്പർ, നിങ്ങൾക്കറിയോ ബെൽ പെപ്പറിലെ ഗ്രീൻ കുറച്ച് കയ്പ്പ്, കുറച്ച് ബിറ്റർ ടേസ്റ്റും, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കുറച്ച് സ്വീറ്ററുമാണ്. ഇപ്പോൾ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ, ഓറഞ്ച്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളർ കാണാനും. എൻ്റെ ഗോ ടു ഫുഡാണ് ഇപ്പോൾ ഡേറ്റ്സ്. കാരണം എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്, അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ്, മുന്തിരിങ്ങയൊക്കെ എടുത്തു. നെക്സ്റ്റ് നട്ട്സിൽ ആൽമണ്ട് സോക്ക് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം ഞാനത് ഇങ്ങനെ ഇത്തിരി ചെറിയ പാക്കറ്റ്സ് എനിക്കിപ്പോൾ ഒരു ഇഷ്ടമാണ് എടുക്കാൻ. കാരണം വലിയ പാക്കറ്റ് എൻ്റെ ഉണ്ട്, ബട്ട് എന്നാലും ഞാൻ ചെറിയ ബോക്സാണ് വീണ്ടും എടുക്കും. പിന്നെ അവിടെ കുറേ നട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ആപ്പിൾ, ഞാൻ ആപ്പിൾ ഒരു കാലത്ത് കഴിക്കുകയായിരുന്നു, ഇപ്പോൾ പിന്നെ വീണ്ടും നല്ലതാണ് ആപ്പിൾ. കുറച്ച് ക്യാരറ്റ്സ് ഒക്കെ എടുത്തു, സാലഡ്സിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ ക്യാരറ്റ് ആൻഡ് ബ്രോക്കോളി ഇറ്റ്സ് എ വെരി ഗുഡ് കോമ്പിനേഷൻ ഫോർ നമ്മുടെ ഒരു ഡയറ്റ് ഫുഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ പോകുന്ന പോക്ക് ആക്ച്വലി ഞാൻ കോക്കനട്ട് വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എൻ്റെ എനിക്ക് വേണം കോക്കനട്ട് വാട്ടർ. അപ്പം ഇവിടെ 2 ടൈപ്പ് കോക്കനട്ട് വാട്ടർ ഉണ്ട്. അത് ഒരെണ്ണം ഇതിൽ ആ ഒരു പൾപ്പും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. അതാണിത്. നെക്സ്റ്റ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ഈ വെള്ളം മാത്രമാണ്, ഫ്രഷ്. അപ്പം അവിടെ ആകെ 2 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പം ജീനോട് പറഞ്ഞു 2 എണ്ണേ ഉള്ളൂ. അപ്പം വേഗം ഓടിപ്പോയി 2 എണ്ണ എടുത്ത് നമ്മുടെ കാട്ടിലിട്ടു. ഇനി അവിടെ വേറെ ഇല്ല. അപ്പോൾ ആ ഒരു സന്തോഷമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ആണിത്. അതുകൊണ്ട് 2 ബോക്സ് എംപ്റ്റി ബോക്സ് എനിക്ക് കാണാം. അപ്പം അങ്ങനെ അതും എടുത്ത് ഹാപ്പി ആയിട്ട് പോകുന്നത്. ഇനി ചിക്കൻ ബ്രസ്റ്റ് എടുക്കുകയാണ്. ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ഓൾ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ്റെ തൈ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഫാറ്റാണ്. പക്ഷേ ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഹൈ പ്രോട്ടീനാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ പ്രോട്ടീൻ ഹൈ ആയി നോക്കി എടുക്കുന്നത്. ഇനി എൻ്റെ ഫേവറേറ്റ് ബട്ടർ, എനിക്കൊരു പ്രത്യേക ബ്രാൻഡ് ബട്ടറാണ് ഇപ്പോൾ ഇഷ്ടം, കെറി ഗോൾഡിൻ്റെ. പിന്നെ കെറി ഗോൾഡിൻ്റെ ബട്ടർ ടോസ്റ്റ് ചെയ്യാനും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കും. അപ്പം ഞാനതിൻ്റെ ക്യൂബ്സും എടുക്കും, പിന്നെ ഈ ബോക്സിലായിട്ടുള്ളതും എടുക്കും. കാരണം ഈ കിൻവ കിച്ചടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഈ ക്യൂബ്സാണ് കൂടുതലും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. അങ്ങനെ അതൊക്കെ എടുത്ത് ഇനി നെക്സ്റ്റ് കുറച്ച് പനീർ എടുത്തു. പനീർ റിച്ച് ഇൻ പ്രോട്ടീനാണ്. പക്ഷെ പനീർ ഡയറ്റിൽ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് പീസ് എടുക്കുകയുള്ളൂ. കാരണം കുറച്ച് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കലോറി ഭയങ്കര കൂടും. ബട്ട് ഇറ്റ്സ് റിയലി ടേസ്റ്റി. സോ വളരെ പ്രോട്ടീൻ റിച്ചുമാണ്. ഇനി ഓയിൽ, ഇവിടെ ഒത്തിരി ഓയിലുകൾ കാണാം. ബട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഓയിലാണ്. ആക്ച്വലി എനിക്കൊരു ബോട്ടിൽ ഹാഫ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലാണ് ഇപ്പോൾ എടുത്തത്. ബിക്കോസ് ഇൻ കേസ് അത് തീരുവാണെങ്കിലോ എന്നോർത്ത് ഞാൻ ആക്ച്വലി ഈ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് സംതിങ് ലൈക്ക് എ ഫീലിംഗ് ഗുഡ്. അത്രമാത്രം എൻ്റെ ബോഡിക്ക് എത്ര മാറ്റമൊന്നുമില്ലെങ്കിലും ഐ ഫീൽ സംതിങ് ലൈക്ക് ഓക്കെ, ഐ ആം ഡൂയിങ് സംതിങ് ഗ്രേറ്റ് ഫോർ മൈ ബോഡി. ആ ഒരു ഫീലിംഗ് ഇപ്പോൾ എനിക്കുണ്ട്. സോ ഇത് ചെറിയ എക്സ്ട്രാ വെർജിൻ, ഒത്തിരി ഡാർക്ക് ആവുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ലൈറ്റർ വേർഷൻ ബട്ട് എക്സ്ട്രാ വെർജിൻ ഓയിൽ തന്നെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പൈസ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇപ്പോഴും നല്ല പ്രൊഡക്ട്സിന് ടേസ്റ്റ്, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ടേസ്റ്റ് കുറവായിരിക്കും, പൈസ കൂടുതലായിരിക്കും. ദാറ്റ് ഇറ്റ്സ് ഹെൽത്തി. അങ്ങനെ
നെക്സ്റ്റ് എഗ്ഗ് ദ ഹൈ പ്രോട്ടീൻ, എന്താ പറയുക, എല്ലാ ദിവസവും ഒരു 2-3 എഗ്ഗ് വെച്ച് കഴിച്ചാൽ അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് എഗ്ഗ്. അത് വിത്ത് വൈറ്റും അതിൻ്റെ എഗ് യോക്കും എല്ലാം ഓൾ എഗ്ഗ് നമുക്ക് കഴിക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്രെഡ്, ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റുന്ന ബ്രെഡ് ഈ മൾട്ടിഗ്രെയിനാണ്. ഇവാനും ജീനുവും ഞാനും 3 പേരുടെ സംയുക്തമായിട്ടുള്ളൊരു തള്ളലാണ്. സത്യത്തിൽ കാട്ടിൽ അത്ര സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും. പിന്നെ ബില്ലിംഗ് സെക്ഷനാണ് ഇവിടെ. ബില്ലിംഗ് ഒക്കെ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 50-60 പൗണ്ട്സിനടുത്ത്. അങ്ങനെ നമ്മൾ ആസ്റ്റേന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരികയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video.